എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ തുടർന്നും പറയാം. കുഞ്ഞ് ജനിച്ച ഉടനെ ഉറങ്ങിപ്പോയ യശോദാ മാതാവ് കുറേ നേരത്തിന് ശേഷം നേരം വെളിച്ചമാവുന്ന സമയത്താണ് ഉണർന്നത്. അപ്പോൾ തൻ്റെ അരികത്ത് കിടന്ന് കൈകാലിട്ട് കളിക്കുന്ന അതിമനോഹരമായ ഉണ്ണിക്കണ്ണനെ കാണുകയാണ്. അവർക്കത് ഭഗവാനാണ്, ഉണ്ണിക്കണ്ണനാണ് എന്നും അറിയില്ല. തൻ്റെ കുഞ്ഞാണ്, അതിമനോഹരനായ ഒരു ആൺകുഞ്ഞ് തനിക്ക് ജനിച്ചിരിക്കുന്നു എന്ന് അവർ കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ്. ഉടനെ മറ്റു ഗോപസ്ത്രീകളെയെല്ലാം വിളിച്ച് വിവരം പറഞ്ഞ് എല്ലാവരും കൂടെ ഭഗവാന് ചുറ്റും നിന്ന് ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് ഭഗവാനെ നോക്കിക്കാണുകയാണ്. തുടർന്ന് അവരെല്ലാവരും ഓടിച്ചെന്ന് നന്ദഗോപരോട് പറയാണ്, അങ്ങേക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു, അതിസുന്ദരനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇത് കേട്ടതും നന്ദഗോപർ വളരെയധികം സന്തോഷിച്ചു. തുടർന്ന് ആ ഗോകുലത്തിൽ ഗോപന്മാരും ഗോപികമാരും കൂടെ ഒരു ആഘോഷം നടത്തുകയാണ്. എല്ലാ വീടുകളും തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച്, പൂമാലകൾ കെട്ടി അലങ്കരിച്ച്, ആ ഗ്രാമം തന്നെ, ഈ അമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമം പോലെയാണ്. നിരനിരയായി വീടുകൾ, ഗോപന്മാരുടെയും ഗോപികമാരുടെയും വീട്. അവരുടെ രാജാവാണ് നന്ദഗോപർ. അപ്പം നന്ദഗോപരുടെ വീടും അവരുടെ വീടും എല്ലാ വീടുകളും അവർ തോരണങ്ങളും പൂമാലകളും കൊണ്ട് അലങ്കരിച്ച്, പിന്നെ അവിടെ ഒരു ഉത്സവം തന്നെ നടക്കുകയാണ്. എല്ലാ വീടുകളുടെ മുമ്പിലും ഉറിയൊക്കെ കെട്ടി തൂക്കുകയാണ്. അവരുടെ പ്രധാന വരുമാനം അല്ലെങ്കിൽ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവിനെ വളർത്തുക, പാൽ കറക്കുക, പാലിൽ നിന്നും നെയ്യ്, തൈര്, വെണ്ണ എന്നിവ ഉണ്ടാക്കുക. അതെല്ലാം അടുത്തുള്ള ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് അവിടെ നിന്നും മറ്റ് പച്ചക്കറികളും അരികളും വാങ്ങുക. അങ്ങനെയുള്ള ഉപജീവന മാർഗമായിരുന്നു ഗോപന്മാരുടേത്. അപ്പോൾ അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ കൊണ്ട്, പാലുകൊണ്ടും തൈര് കൊണ്ടും വെണ്ണ കൊണ്ടുമൊക്കെ പരസ്പരം ഒഴിച്ചും വെണ്ണ മുഖത്ത് പരട്ടിയുമൊക്കെ അവർ ആഘോഷിക്കുകയാണ്. സ്ത്രീകളാണെങ്കിൽ മഞ്ഞൾ വെള്ളം കലക്കി അവരുടെ എല്ലാവരുടെയും മേലേക്ക് പരസ്പരം ഒഴിക്കുകയാണ്. അങ്ങനെ ആ ഗ്രാമം തന്നെ ഉത്സവലഹരിയിലായിരുന്നു. വാദ്യങ്ങൾ വായിക്കുന്നവർ വന്ന് നല്ല വാദ്യങ്ങൾ വായിക്കുകയാണ്. എല്ലാവരും നന്ദഗോപരുടെ വീടിൻ്റെ മുമ്പിൽ ഒത്തുകൂടി ഭഗവാന്റെ ജനനം, ശ്രീകൃഷ്ണ ജനനം ആഘോഷിക്കുകയാണ്. അവർക്ക് ഭഗവാനാണെന്ന് അറിയില്ല. അവരുടെ രാജാവായ നന്ദഗോപർക്ക് ഒരു കുഞ്ഞ് ജനിച്ചത് അവർ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. അതിനുശേഷം നന്ദഗോപർ മറ്റു ഗോപന്മാരെയും കൂട്ടി അവരുടെ എല്ലാവരുടെയും കാളവണ്ടികളിൽ നിറയെ കംസന് കൊടുക്കാനായി വെണ്ണ, തൈര്, പാല്, നെയ്യ് എന്നിവയെല്ലാം നിറച്ച്, കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങളും നിറയെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കംസന് കപ്പം കൊടുക്കുവാനായി ഗോപന്മാരും നന്ദഗോപരും കൂടെ മധുരയിലേക്ക് പോവുകയാണ്. അങ്ങനെ നിരനിരയായി വണ്ടി മുഴുവൻ മധുരയിലേക്ക് പോയി കംസനെ കണ്ട് കംസന് കൊടുക്കാനുള്ള കപ്പം മുഴുവൻ കൊടുക്കുകയാണ്. തുടർന്ന് ഒരു ദിവസം അവിടെ താമസിക്കുകയാണ്. അപ്പോൾ വസുദേവർ നന്ദഗോപരെ കാണാൻ പോയി നന്ദഗോപരോട് കുശലപ്രശ്നങ്ങൾ ചോദിക്കുകയാണ്. നന്ദഗോപരുടെ ഉണ്ണികൾക്കൊക്കെ സുഖമല്ലേ എന്ന് ചോദിച്ചറിയുകയാണ്. വാസ്തവത്തിൽ അവർ വസുദേവരുടെ കുട്ടികളാണ്. പക്ഷേ അത് വസുദേവർക്ക് മാത്രമേ അറിയുള്ളൂ, നന്ദഗോപർക്ക് അറിയില്ല. അതുകാരണം നന്ദഗോപരുടെ കുട്ടികൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച ശേഷം പറയുകയാണ്, അധികം ഇവിടെ നിൽക്കണ്ട, അമ്പാടിയിൽ എന്തൊക്കെയോ വിഷമതകൾ വരുന്നു എന്ന് എനിക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ വേഗം തിരിച്ചു പോകണം എന്ന് ഒരു ഉപദേശ രൂപേണ പറയുമ്പോൾ നന്ദഗോപരും മറ്റു ഗോപന്മാരും അതനുസരിച്ച് വേഗം അവിടെ നിന്നും അമ്പാടിയിലേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്ത് കുഞ്ഞുകുട്ടികളെ തിരഞ്ഞിറങ്ങിയ പൂതന അമ്പാടിയിൽ എത്തിച്ചേരുകയാണ്. കംസൻ്റെ പ്രധാന സേവകയാണ് പൂതന. കുഞ്ഞുകുട്ടികളെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കാനും കംസൻ്റെ സ്നേഹം അപ്രകാരം തനിക്ക് കിട്ടാനും വേണ്ടി പൂതന അമ്പാടിയിലെത്തി നന്ദഗോപരുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. നന്ദഗോപരുടെ വീട്ടിലേക്ക് പോയ പൂതന നോക്കിയപ്പോൾ ഭഗവാൻ അവിടെ കടക്കുകയാണ്. കണ്ണിറുക്കിയടച്ച് ഉറങ്ങുകയാണ്. യശോദാ മാതാവും രോഹിണി മാതാവും സമീപത്ത് തന്നെയുണ്ട്.
പൂതന പോകുന്നത് അതിമനോഹരിയായ ഒരു യുവതിയുടെ രൂപത്തിലാണ്. ഈ രാക്ഷസന്മാർക്കൊക്കെ ഏതു രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിയും. അവർ മായാജാല നിപുണരാണ്. അപ്രകാരം മായാവശമുള്ള കാരണം അവർക്ക് സുന്ദരമായ രൂപത്തിലും സുന്ദരിയായ രൂപത്തിലും പക്ഷിയായോ മൃഗങ്ങളായോ ഒക്കെ സഞ്ചരിക്കാൻ കഴിയും. ഇവിടെ പൂതന അതിഭയങ്കരിയായ ഒരു രാക്ഷസിയാണെങ്കിലും അതിസുന്ദരിയായ ഒരു യുവതിയായിട്ടാണ് നന്ദഗോപരുടെ വീട്ടിലേക്ക് പോകുന്നത്. അത് കാരണം യശോദാ മാതാവിനും രോഹിണി മാതാവിനും അവരെ കണ്ടപ്പോൾ മനസ്സിലായില്ല, ഇതേതോ ദേവിയാണ്, തൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ് എന്നാണ് അവർ കരുതിയത്. ഭഗവാനാകട്ടെ എല്ലാം അറിയുമെങ്കിലും കണ്ണ് ഇറുക്കി അടച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ താൻ നോക്കിയാൽ പൂതനയ്ക്ക് അപ്പോൾ തന്നെ മോക്ഷം കിട്ടും. പൂതന അത്ര പുണ്യം ചെയ്തിട്ടില്ല, അത് കാരണം കണ്ണടച്ച് കിടക്കാമെന്ന് ഭഗവാൻ വിചാരിച്ചു. പൂതന പോയി കുഞ്ഞിനെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ച് കുഞ്ഞിന് പാൽ കൊടുക്കുകയാണ്. പാൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കാണുമ്പോൾ പൂതന പാലാണ് കൊടുക്കുന്നത്. പക്ഷേ പൂതന പാലിൽ വിഷം കലർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. പക്ഷേ ഭഗവാന് വിഷവും അമൃതും ഒരുപോലെയാണ്. ഭഗവാൻ ആ വിഷപ്പാൽ കുടിച്ചാലും ഭഗവാന് ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ പാല് കുടിച്ചു മാത്രമല്ല, അതോടുകൂടി ചേർന്ന് പൂതനയുടെ പ്രാണനും കൂടി വലിച്ചു കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പൂതനയ്ക്ക് വല്ലാതെ വേദനയായി. ശരീരം മുഴുവൻ വേദന വന്നപ്പോൾ പൂതന ഉറക്കെ ഉറക്കെ കരഞ്ഞ വിട് 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 എന്ന് പറഞ്ഞു കുട്ടിയെ മടിയിൽ നിന്നും എടുത്തു മാറ്റാൻ നോക്കി. പക്ഷേ ഭഗവാൻ പിടിച്ച പിടി വിടില്ലല്ലോ. ഭഗവാൻ വിട്ടതേ ഇല്ല. പിന്നെ പൂതനയുടെ യഥാർത്ഥ രൂപം പുറത്തു വരികയാണ്. മല പോലെ ശരീരവും ദംഷ്ട്രകളും തുറിച്ച കണ്ണും വളഞ്ഞ് പുളഞ്ഞു നിൽക്കുന്ന നഖങ്ങളും ഒക്കെയുള്ള ഒരു വലിയ രൂപം, മല പോലെയുള്ള ഒരു രൂപമായി പൂതന വേദന കൊണ്ട് നന്ദഗോപരുടെ വീട്ടിൽ നിന്നും പുറത്ത് കടന്ന് ആ വേദനയോടുകൂടെ തന്നെ അവർ പുറത്ത് മണ്ണിൽ വീഴുകയാണ്. അവർ വീണ വീഴ്ചയിൽ ഒരുപാട് മരം തന്നെ നശിച്ചുപോയി. അത്ര ഒരു മല പോലത്തെ ശരീരമാണ് ഭൂമിയിൽ വീണത്. അപ്പോഴും ഉണ്ണിക്കണ്ണൻ പൂതനയുടെ മാറിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പൂതന വീണ പൂതന അങ്ങനെ മരിച്ചുപോയി. പൂതനയുടെ ആത്മാവിന് ഭഗവാൻ മോക്ഷം നൽകി. ഉടനെ അവിടെയുള്ളവരെല്ലാം ഘോരമായ ഒരു പിശാചിനി രാക്ഷസി വീണത് കണ്ട് ഓടി വരികയാണ് അടുത്തേക്ക്. നോക്കിയപ്പോൾ അവരുടെ മാറിടത്തിൽ ഉണ്ണിക്കണ്ണനാണെങ്കിൽ കൈ തട്ടി തട്ടി കളിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർക്കൊക്കെ ആകെ ഭയമായി. എല്ലാവരും പൂതനയാണെങ്കിൽ മല പോലെയാണ് കിടക്കുന്നത്. അവർക്ക് എത്തിയ ഉണ്ണിക്കണ്ണനെ കിട്ടില്ല. പൂതനയുടെ കൈക്കൂടെയും കാലിക്കൂടെയൊക്കെ പിടിച്ച് കയറി ഉണ്ണിക്കണ്ണനെ എടുത്തു കൊണ്ടുവന്ന് അവർ വേഗം ഉണ്ണിക്കണ്ണനെ രക്ഷകളൊക്കെ ചെയ്യുകയാണ്. കണ്ണൊക്കെ തട്ടിയാൽ രക്ഷ ചെയ്യും, ഒഴിഞ്ഞു കളയും. അതുപോലെ ഒഴിഞ്ഞു കളഞ്ഞ് ഉണ്ണിക്കണ്ണനെ കുടിപ്പിച്ച് ശുദ്ധിയൊക്കെ ചെയ്ത് വേഗം യശോദാമാതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് യശോദാമാതാവും രോഹിണി മാതാവും അന്തം വിട്ട് നിൽക്കുകയാണ്. അവർ പേടിച്ചു പോയി. എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല. നന്ദഗോപരോ ഗോപന്മാരോ ഒന്നും അവിടെ ഇല്ല. അവരൊക്കെ എല്ലാവരും പേടിച്ചിരിക്കുന്ന ആ സമയത്താണ് നന്ദഗോപരും മറ്റു ഗോപന്മാരും അവിടെ എത്തിച്ചേർന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ അവർ മനസ്സിലാക്കി, വസുദേവർ വലിയ ജ്ഞാനിയാണ്. ഇവിടെ നടക്കാൻ പോകുന്ന ആപത്ത് നേരത്തെ കണ്ട് നമ്മളെ പറഞ്ഞയച്ച് നന്നായി എന്ന് അവർക്ക് തോന്നി. ഉടനെ അവരെല്ലാവരും കൂടെ മല പോലെയുള്ള ആ പൂതനയുടെ ശരീരം വലിച്ചു കൊണ്ടുപോയി ദൂരെ കൊണ്ടുപോയി. ആ അമ്പാടിയിൽ നിന്നും ദൂരെ കൊണ്ടുപോയിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് ദഹിപ്പിക്കുകയാണ്. എന്തിനാ ദൂരെ കൊണ്ടുപോയി എന്ന് വെച്ചാൽ ശരീരം ദഹിപ്പിക്കുമ്പോൾ ഒരു ദുർഗന്ധം വരും. അത് കുട്ടികൾക്കൊന്നും നന്നല്ല. അത് വേണ്ടെന്ന് വിചാരിച്ചാണ് ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചത്. പക്ഷേ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നും നല്ല സുഗന്ധമാണ് ഉണ്ടായത്. അതിനെന്താ കാരണം? ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പൂതനയുടെ ദുഷ്ടതയെല്ലാം മാറി, പാപമെല്ലാം തീർന്ന് പൂതനയ്ക്ക് മോക്ഷം കിട്ടി. അത് കാരണം അവരുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ സുഗന്ധമാണ് ഉണ്ടായത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ പോലും അവരുടെ പാപവും ഇല്ലാതെയാവും, ദുഷ്ടതയും ഇല്ലാതെയാവും.
അവർക്ക് മോക്ഷവും കിട്ടും. അത്രയും വിശേഷപ്പെട്ട ഒരു അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. പുൽച്ചെടികളെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാവരെയും, ഗോപന്മാരെയും ഗോപികളെയും രാക്ഷസന്മാരെയും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അത്രയും വിശേഷപ്പെട്ട ഒരു അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. ഈ അവതാര കഥകൾ കേൾക്കുന്നത് തന്നെ വളരെ പുണ്യമാണ്. എൻ്റെ കൊച്ചു കൂട്ടുകാർ ദിവസവും ഈ അവതാര കഥകൾ കേട്ടുകൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ കേട്ടുകൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ കുസൃതികൾ കേട്ടുകൊണ്ട് സുഖമായി ഉറങ്ങണം. ഇനിയും കഥകൾ കേൾക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.